സാർ, ഇപ്പം റഷ്യയും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു, അങ്ങനെയാണ് കരുതുന്നത്. ഇപ്പം റഷ്യ INF ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് കേൾക്കുന്നത്. അത് അമേരിക്കയ്ക്ക് വലിയൊരു ഷോക്കായി മാറില്ലേ? അതായത് ഇതിപ്പോൾ സംഭവിക്കുന്ന INF ട്രീറ്റി എന്ന് പറയുന്നത് 1970 മുതൽ അമേരിക്കയും റഷ്യയും കൂടി ഒപ്പിട്ട ഒരു കരാർ ഉടമ്പടി ആണ് INF ഉടമ്പടി. ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റി എന്നാണ് INFൻ്റെ പൂർണ്ണരൂപം. അതായത് ഭൂഖണ്ഡാന്തര മിസൈലുകൾ, ഇൻ്റർമീഡിയറ്റ് റേഞ്ച് മിസൈലുകൾ, മീഡിയം റേഞ്ച് മിസൈലുകൾ, ഇതൊക്കെ കുറേയൊക്കെ നശിപ്പിച്ച് കളയുകയൊക്കെ ചെയ്തു. ഈ ഉടമ്പടിക്ക് പിന്നാലെ രണ്ട് രാജ്യങ്ങളും, രണ്ട് ആണവ ശക്തികൾ തമ്മിൽ പരസ്പരം ഭീഷണി വേണ്ട എന്നുള്ളൊരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉടമ്പടി ഉണ്ടാക്കിയത്. രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കരുത്, സഖ്യരാജ്യങ്ങളെയും ആക്രമിക്കരുത് എന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും കൂടി തടുത്തു കൂട്ടിയിരുന്ന കുറേ ആയുധങ്ങളൊക്കെ, ലോഞ്ചറുകളാണ് പ്രധാനമായിട്ടും ഉപേക്ഷിച്ചിരുന്നത്, വാർ ഹെഡുകളല്ല. അതായത് നമ്മളൊരു ആണവ മിസൈല് ഒരു ഇതിൽ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മിസൈലല്ല നശിപ്പിച്ചത്, അതിന്റെ ലോഞ്ചർ ഉണ്ടല്ലോ, അതാണ്. അങ്ങനെ ആ കാലത്ത് നശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു കരാർ ഒപ്പിട്ടിട്ട്. ഇപ്പൊ റഷ്യ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടിയിൽ നിന്ന് തന്നെ പിന്മാറാണ്. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അവർ തമ്മിൽ സംഘർഷം ഉണ്ടായി, റഷ്യയും അമേരിക്കയും തമ്മിൽ. ഞാൻ 2 അന്തർവാഹിനികൾ വിന്യസിച്ചിട്ടുണ്ട് റഷ്യക്കെതിരെ, ആണവ മിസൈലും ഒക്കെ ആയിട്ടെന്ന് ട്രംപ് പറഞ്ഞു. അതിനു മുമ്പ് റഷ്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് മെദ്വദേവ് പറഞ്ഞു, ഞങ്ങളും ആവശ്യം വന്നാൽ ആണവായുധം അമേരിക്കക്കെതിരെ പ്രയോഗിക്കും എന്ന് പറഞ്ഞിരുന്നു. ആ സംഘർഷത്തിൻ്റെയൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ റഷ്യ ഈ ആണവ മിസൈൽ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. ഇത് പിന്മാറിയത് കൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഒരു സന്ദേശം കൊടുക്കുകയാണ്, ഒരു അത്യാവശ്യ ഘട്ടം വന്നാലും ഞങ്ങൾ അമേരിക്കയിലേക്ക് ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ചിരിക്കും എന്നുള്ള സന്ദേശമാണ്. അപ്പൊ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റിയിൽ നിന്ന് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട ഉടമ്പടിയിൽ നിന്ന് റഷ്യ പിന്മാറി. അപ്പോൾ ഇത് ഇനി ഞങ്ങൾക്ക് അത്തരം ബാധ്യതകളൊന്നുമില്ല എന്ന് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇനി സുരക്ഷ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല, സാഹചര്യങ്ങളും മാറി, ഇനി ആത്മനിയന്ത്രണത്തിൽ കാര്യമില്ല. ഇതാണ് റഷ്യ പറയുന്നത്. ഞങ്ങൾ ആത്മനിയന്ത്രണം വിടുകയാണ്, ഇത്രയൊക്കെ ആയല്ലോ. അപ്പം ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പ്രത്യക്ഷ ഭീഷണി ഉണ്ടായിരിക്കുന്നു. മിസൈൽ വിന്യസിച്ചതായിട്ട് അമേരിക്ക തന്നെ സമ്മതിക്കുന്നു. അപ്പോൾ റഷ്യയെ ആക്രമിക്കും എന്നുള്ള മട്ടിലുള്ള ഭീഷണിയാണല്ലോ ഞങ്ങൾ 2 അന്തർവാഹിനി ആണവ മിസൈലുമായിട്ട് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞാൽ ഭീഷണിയാണ്. അപ്പം ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഈ കരാറിലില്ല. അമേരിക്കയും സോവിയറ്റ് യൂണിയനും 1987 അവസാനം ഒപ്പിട്ട കരാറാണിത്. ഇൻ്റർമീഡിയറ്റ് മീഡിയം റേഞ്ച് ഈ ലാൻഡ് മിസൈൽ, കരയിൽ നിന്ന് കരയിലേക്ക് അയക്കുന്ന ലാൻഡ് മിസൈല്, പിന്നെ ആണവ സ്ഫോടകങ്ങൾ ഉള്ളവ, ഇത് കുറയ്ക്കാൻ ആയിരുന്നു കരാറ്. അതായത് ആണവ മിസൈലുകൾ എന്ന് നമുക്ക് പറയാം, ആണവ മിസൈലുകൾ കുറയ്ക്കുക എന്നുള്ള കരാറായിരുന്നു ഒപ്പിട്ടത്. അതിൽ നിന്ന് റഷ്യ പിന്മാറി. അതിൻ്റെ അർത്ഥം ആണവ മിസൈൽ വേണമെങ്കിൽ അമേരിക്കക്കെതിരെ തൊടുക്കാം എന്നുള്ളതാണ്. 1970 അമേരിക്കയുടെ ഈ ആയുധ നിയന്ത്രണം അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. IRBM, ഇൻ്റർമീഡിയറ്റ് റേഞ്ച് മിസൈലുകളുടെ, ബാലിസ്റ്റിക് മിസൈലുകളുടെ. സോവിയറ്റ് യൂണിയൻ SS-20 ആഭ്യന്തരമായിട്ട് വിന്യസിച്ചപ്പോഴാണ് അമേരിക്ക അങ്ങനെ നിയന്ത്രണം വേണം എന്ന് പറഞ്ഞത്. SS-20 മിസൈലുകൾ, 3 ആണവ വാർഹെഡ് സ്ഫോടകം ഓരോ ഈ SS-20 എന്ന് പറഞ്ഞ മിസൈലിൽ ഈ 3 ആണവ
വാർഹെഡുകൾ ഓരോ മിസൈലിലും ഉണ്ടാകുമായിരുന്നു റഷ്യയുടെ. അപ്പോൾ ആണവ മിസൈലുകളാണ് 3 തരം ആണവ സ്ഫോടകങ്ങൾ അടങ്ങിയ മിസൈലുകൾ. 10 മിനിറ്റിൽ പശ്ചിമ യൂറോപ്പിനെ തവിടുപൊടിയാക്കാൻ കഴിയുമായിരുന്നു അന്ന് റഷ്യക്ക്. അപ്പോൾ യൂറോപ്പിൽ നിന്ന് വലിയ സമ്മർദ്ദം അമേരിക്കയുടെ പുറത്തു വന്നു. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തി എടുക്കണം. അങ്ങനെ നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയോട് ഈ സ്വന്തം കരയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂസ് മിസൈലുകൾ വിന്യസിക്കാൻ ആവശ്യപ്പെട്ടു. അതായത് സോവിയറ്റ് യൂണിയൻ, അന്ന് സോവിയറ്റ് യൂണിയനാണ്, സോവിയറ്റ് യൂണിയൻ SS-20 വികസിപ്പിച്ച് യൂറോപ്പിനെതിരെ വിന്യസിച്ചിരിക്കുന്നു. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അമേരിക്ക ക്രൂസ് മിസൈലുകൾ റഷ്യക്കെതിരെ വിന്യസിക്കണം. അപ്പോൾ സംഘർഷമായല്ലോ, വിന്യസിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ പെർഷിംഗ് 2 എന്ന് പറഞ്ഞ IRBM ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിച്ചു. അപ്പോൾ സംഘർഷാവസ്ഥയായി 2 രാജ്യങ്ങളും തമ്മിൽ. 1980കളിൽ ഇത് കുറയ്ക്കാനായിട്ട് ചർച്ച തുടങ്ങി. ഗോർബച്ചേവ് 1985 വന്നപ്പോൾ ഗൗരവത്തോടു കൂടി ചർച്ചകൾ നടന്നു. 1985 റഷ്യൻ നേതാവായി, സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായി കഴിഞ്ഞപ്പോൾ. അങ്ങനെ SS-20 സംഖ്യ അത് നാറ്റോ, അതായത് നാറ്റോയുടെയും അമേരിക്കയുടെയും മിസൈലുകളുടെ സംഖ്യ എത്രയാണോ അത്രയും സംഖ്യ SS-20 വിന്യസിക്കാൻ പാടുള്ളൂ. അമേരിക്കയുടെയും നാറ്റോയുടെയും 20 പെർഷിംഗ് മിസൈലാണെങ്കിൽ റഷ്യയുടെ SS-20 20 എണ്ണം. അങ്ങനെ സംഖ്യ ബലം തുലനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഒപ്പിട്ടതാണ് 1987 ഡിസംബർ 8 ഒപ്പിട്ടത്. അത് പൂർണ്ണ രൂപത്തിൽ ഈ INF ആണവ മിസൈൽ ഉടമ്പടി നിലവിൽ വരുന്നത് ജൂൺ 1 1988 ജൂൺ 1. അന്ന് നിലവിൽ വന്ന ഉടമ്പടിയിൽ നിന്നാണ് റഷ്യ ഇപ്പോൾ പിന്മാറുന്നത്. അപ്പോൾ അന്ന് എന്താണ് ഈ SRBM IRBM എന്നൊക്കെ നിശ്ചയിച്ചു. ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ SRBM അത് 500 മുതൽ 1000 കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ളത്. IRBM പിന്നെ ഗ്രൗണ്ട് ലോഞ്ച്ഡ് ക്രൂസ് മിസൈൽ. IRBM എന്ന് പറഞ്ഞാൽ ഇല്ലേ, അതെ, ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ 1000 കിലോമീറ്റർ മുതൽ 5500 കിലോമീറ്റർ വരെ എന്ന് നിശ്ചയിച്ചു. എന്നിട്ട് അങ്ങനെ വിന്യസിച്ച മിസൈലുകളിൽ 2600 എണ്ണം നമുക്ക് നശിപ്പിച്ച് കളയാം, സംഹരിച്ച് കളയാമെന്ന് തീരുമാനിച്ചു. ജൂൺ 1 1991 ആകുമ്പോൾ 2600 മിസൈലുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലോഞ്ചറുകളാണ് നശിപ്പിച്ചത്, അല്ലാതെ വാർ ഹെഡുകളല്ല. അപ്പോൾ പിന്നെ നശിപ്പിക്കുന്നത് 2 രാജ്യങ്ങൾക്കും പരസ്പരം പരിശോധിക്കാം എന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ നശിപ്പിച്ചതിൽ 3-2 മിസൈലുകളും സോവിയറ്റ് യൂണിയൻ്റേതായിരുന്നു. മിസൈൽ ലോഞ്ചറുകൾ പോലുള്ളവ നശിപ്പിച്ചു. വാർ ഹെഡ്, ഗൈഡൻസ് സിസ്റ്റം അതൊന്നും നശിപ്പിച്ചില്ല. 2014 ജൂലൈയിൽ ഒബാമ ഭരണകൂടം പറഞ്ഞു റഷ്യ ഈ വ്യവസ്ഥയൊന്നും പാലിക്കുന്നില്ല, ലംഘിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് 500 മുതൽ 5500 കിലോമീറ്റർ വരെയുള്ള ക്രൂസ് മിസൈലുകൾ വിന്യസിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു. 2017 ഡിസംബറിൽ അമേരിക്ക IRBM വികസിപ്പിക്കാൻ തീരുമാനിച്ചു, ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈല്. അതിനുവേണ്ടി റഷ്യയെ പഴി പറയുകയും ചെയ്തു. 2018 ഒക്ടോബറിൽ ട്രംപ് ഈ ഉടമ്പടി നിന്ന് അമേരിക്ക പിൻവലിയുന്നതായിട്ട്, ടെർമിനേറ്റ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. 2019 ആ ഉടമ്പടി സസ്പെൻഡ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. 2019 അമേരിക്ക പിൻവാങ്ങി, ഇപ്പം റഷ്യയും പിൻവാങ്ങി. ഇനിയിപ്പോൾ കരാറില്ല, പരസ്പര ആണവ മിസൈലുകൾ അയക്കാം, നശിപ്പിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ
ഈ കഴിഞ്ഞ നവംബറിൽ റഷ്യ ഓർഷ്നിക് IRBM ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ യുക്രൈനെതിരെ പ്രയോഗിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചു. അത് ഈ ആണവ മിസൈൽ ബെലാറൂസിൽ വിന്യസിക്കും എന്നാണ് റഷ്യ പറഞ്ഞിട്ടുള്ളത്. അത് അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ബെലാറൂസ് എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് നാറ്റോയുടെ അതിർത്തിയിൽ ഉള്ള രാജ്യമാണ്. റഷ്യയുമായിട്ട് സഖ്യത്തിലുള്ള രാജ്യമാണ് ബെലാറൂസ്. പക്ഷെ നാറ്റോ രാജ്യങ്ങളുടെ അതിർത്തിയിലാണ്. അപ്പോൾ അവിടെ ഈ ഭൂഖണ്ഡാന്തര മിസൈല് ഒക്കെ വരുന്നത് നാറ്റോ രാജ്യങ്ങൾക്ക് ഭീഷണിയാണ്. അപ്പോൾ റഷ്യ ആണവ മിസൈലുകൾ നാറ്റോ രാജ്യങ്ങൾക്കെതിരെയും ഒക്കെ വിന്യസിക്കുന്നുണ്ട്. 15 മിനിറ്റിൽ യൂറോപ്യൻ തലസ്ഥാനങ്ങൾ കത്തിക്കാൻ പറ്റും. അമേരിക്ക 2026 ജർമ്മനിയിൽ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ജർമ്മനിയുടെയൊക്കെ അപേക്ഷ പരിഗണിച്ചിട്ട് 2026. അപ്പോൾ ശരിക്കും പണ്ടൊരു ശീത സമരം ഉണ്ടായിരുന്നല്ലോ, റഷ്യ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ. വീണ്ടും ഒരു ശീത യുദ്ധം രൂപപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.